നമസ്കാര ഇന്ന് നമുക്ക് ഹോംവർക്കിന് അയച്ചു തന്ന ജാതകം എങ്ങനെയാണ് എന്ന് നോക്കാം. ഇത് ഹോംവർക്ക് ആയിരുന്നു. ചിലരൊക്കെ അയച്ചു തന്നു ഉത്തരം, ചിലർ അയച്ചു തന്നില്ല. ഒരു ജാതകം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ആളുടെ ലഗ്നം എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. ലഗ്നം സ്ട്രോങ് ആണോ? പൊതുവെ ആൾക്ക് നല്ല ഗുണങ്ങളായിരിക്കും, ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവും. ഇവിടെ ചോദ്യം മുഖ്യമായിട്ട് വന്നിരുന്നത് പഠനത്തിന് പ്രശ്നമാവുന്നുണ്ട്, പഠിക്കുന്നതൊന്നും മുഴുവനാക്കാൻ പറ്റുന്നില്ല, ഏതൊരു പ്രൊജക്റ്റ് കയ്യിൽ വന്നാലും അത് മുഴുവനാക്കാൻ പറ്റുന്നില്ല, ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ മുഴുവനാക്കാൻ പറ്റുന്നില്ല, എന്താണ് പ്രശ്നം? ഇതാണ്. അപ്പൊ ഇതിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത്, എന്ത് കാര്യത്തിനൊരു ജാതകം വന്നാലും ലഗ്നം എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളതാണ് ആദ്യം നോക്കുക. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത് രാശിസ്ഥിതിയാണ്, ഭാവസ്ഥിതിയാണ്. ഇത് രണ്ടും മാറിപ്പോകരുത്. പലപ്പോഴും രാശിസ്ഥിതിയിലെ കാര്യങ്ങൾ ഭാവത്തിലേക്ക് മാറിപ്പോകുന്നുണ്ട്. ആ കൺഫ്യൂഷൻ വരാനേ പാടില്ല. സംശയമുള്ളവർ ആദ്യം ഇതൊന്ന് മറച്ചു പിടിക്കുക, അപ്പൊ പിന്നെ ഡൗട്ട് വരില്ല. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലഗ്നം കന്നിയാണ്. കന്നി ലഗ്നാധിപൻ ബുധനാണ്. ബുധന് ഗുളികാധിപത്യമുണ്ട്. ലഗ്നത്തിൽ ഗുളികൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ ലഗ്നാധിപന് ഗുളികാധിപത്യം. ഓർമ്മിച്ചു വെക്കുക. ഇവിടെ ലഗ്നാധിപന് ഗുളികാധിപത്യം ഒരു നോട്ട് എഴുതി വെക്കുക. അത് ഒരു നല്ല കാര്യം അല്ല. ലഗ്നം വീക്കാവുന്നതിന്റെ ലക്ഷണമാണ്. ഒന്നാമത്തെ കാര്യം. ഓക്കെ, പിന്നെ ഓരോ രാശിയിലുമുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി നോക്കുക. ചൊവ്വ സ്വക്ഷേത്രത്തിലാണ്, 6ൽ രാഹു നിൽക്കുന്നുണ്ട്, 8ൽ ശനി നിൽക്കുന്നുണ്ട്, ഇത് നീചരാശിയാണ്. 10ൽ ശുക്രൻ നിൽക്കുന്നുണ്ട്. ഇവിടെ 10ലല്ല, മിഥുന രാശിയിൽ ശുക്രൻ നിൽക്കുന്നുണ്ട്. കർക്കിടകത്തിൽ സൂര്യൻ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിങ്ങത്തിൽ ചന്ദ്രൻ, ബുധൻ, കേതു നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. നമ്മളടുത്ത് രാശി ആശ്രയ ഫലങ്ങൾ ഉണ്ട്. രാശി ആശ്രയ ഫലങ്ങൾ, അതുപ്രകാരം ഈ ഗ്രഹങ്ങൾ എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്നൊന്ന് ഓർമ്മിച്ചു വെക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ നോക്കാനുള്ളത് ഭാവസ്ഥിതിയിലേക്കാണ്. ഇത് ഗ്രഹങ്ങളുടെ സ്വഭാവമാണ് രാശി കാണിച്ചു തരാം. ഭാവമാണ് ആ സ്വഭാവം എങ്ങനെ അനുഭവത്തിലേക്ക് മാറുന്നു എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ലഗ്നാധിപനായിരിക്കുന്ന ബുധൻ 12ലേക്ക് മാറി നിൽക്കുന്നു. അപ്പൊ നമ്മൾ എന്തൊക്കെ എഴുതുക? ബുധൻ ചിങ്ങത്തിൽ, ലഗ്നാധിപൻ 12ൽ. ഇത് ഒരു റോങ് പോയിന്റ്. ഗുളികാധിപനാണ് ബുധൻ, അത് നമ്മളിവിടെ ഓൾറെഡി എഴുതി. ലഗ്നാധിപൻ 12ൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ആത്മവിശ്വാസക്കുറവ് ഉണ്ടായിരിക്കും. അവനവനെ കുറിച്ചുള്ള ഒരു വിശ്വാസത്തിനാണ് നമ്മൾ ആത്മവിശ്വാസം എന്ന് പറയാം. അതില്ല. പിന്നെ ഇവിടെ നോക്കാനുള്ളത് 12ൽ കേതു നിൽക്കുന്നുണ്ട്. 12ൽ കേതു എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായിട്ട് മോശമാണ്, പക്ഷെ ആധ്യാത്മികമായിട്ട് നല്ലതാണ്. അടുത്തത് ചന്ദ്രൻ 12ൽ നിൽക്കുന്നു. മനക്കാരകൻ ചന്ദ്രൻ 12ൽ നിൽക്കുന്നു. ഇതും ആത്മവിശ്വാസ കുറവാണ് കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ മനസ്സിന്റെ ഒരു സ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ ആള് കുറച്ച് വീക്കാണ്. പിന്നെ നമ്മൾ നോക്കാനുള്ള ആളുടെ ക്രിയേറ്റിവിറ്റിയുടെ പൊസിഷൻ. ഇപ്പം പ്രോജക്റ്റ് മുഴുവനാക്കാൻ പറ്റുന്നില്ല, ബ്ലോക്കുകൾ വരുന്നു എന്നുള്ള. ബ്ലോക്ക് എപ്പോഴും 8ാം ഭാവം ഒന്ന് നോക്കുക. 8ൽ നിൽക്കുന്നത് ശനി 8ൽ നീചത്തിലാണ് നിൽക്കുന്നത്. അത് തന്നെ 5ാം ഭാവാധിപൻ 1, 2, 3, 4, 5 5ാം ഭാവാധിപൻ ശനി ആണ് നീചത്തിൽ നിൽക്കുന്നത്. അപ്പം 5ാം ഭാവാധിപൻ നീചത്തിലായി. ഇതൊക്കെ തെറ്റാണ്. ഓക്കെ, അതിന്റെ ശേഷം നീചത്തിൽ നിൽക്കുന്ന ശനി 10ലേക്ക് ദൃഷ്ടി. അപ്പൊ കർമ്മസ്ഥാനം ബ്ലോക്കായി. കർമാധിപനായിരിക്കുന്ന ബുധന് ലഗ്നാധിപത്യം ഒന്ന് 12ൽ നിൽക്കുന്നു. അത് നമ്മൾ എഴുതിയോ? ഗുളികാധിപനാണ്. അപ്പൊ കർമ്മസ്ഥാനം ഓൾറെഡി വീക്കാണ്. പോരാത്തതിന് ശനി, നീചത്തിലുള്ള ശനി, അതിനെ ഡിലേ ആക്കി കളയും, ഇല്ലെങ്കിൽ മുഴുവനാക്കാതിരിക്കണം. 5ാം ഭാവാധിപൻ നീചത്തിൽ 8ൽ നിൽക്കുന്നു എന്ന് പറയുന്നത് ഇത് ഒരു ഡിപ്രഷൻ വരാൻ സാധ്യതയുള്ള പൊസിഷനാണ്. ഇത് നമ്മൾ പല പ്രാവശ്യം ക്ലാസ്സിൽ പറഞ്ഞാണ്. ഡിപ്രഷൻ വരെ പൊതുവെ ഇയാൾക്ക് ആത്മവിശ്വാസ കുറവുണ്ടെന്ന് ഇവിടെ കണ്ടു. ഇവിടെ ഡിപ്രഷന് സാധ്യതയുണ്ട്. ഇവിടെ ഒരു പരാജയ ബോധമുണ്ട്. ചന്ദ്രൻ 12ൽ നിൽക്കുന്ന ആൾക്ക് ഞാൻ പോരാ, ഒരു ഫെയിലിയർ ഫീലിംഗ് എപ്പോഴും വരും. ഇവിടെയുണ്ട് ഈ പ്രശ്നം. 8ാം ഭാവം ദുഃഖഭാവത്തിൽ ശനി നീചത്തിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് ഇയാൾ ദുഃഖങ്ങളെ വിളിച്ചു വരുത്തുന്ന ആളാണ്. അട്രാക്ട് ചെയ്യാന്ന് പറയും.
അയാളുടെ കർമ്മവാസനകൾ അപ്രകാരമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും കൂടി ഒത്തുവെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ സ്വയം, നമ്മൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കണം, സ്വയം നിർത്തിവെക്കും. എന്താ ഇതിന് പറയാം, ബ്ലോക്കാക്കി കളയും. ഇദ്ദേഹത്തിന് പുറത്തുനിന്നൊന്നുമല്ല പ്രശ്നം, അയാളുടെ ഉള്ളിൽ നിന്നാണ്, ആധ്യാത്മികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇതിന് ഒരേ ഒരു വഴിയുള്ളൂ, ധ്യാനിച്ച് അവനവനെ കുറിച്ച് സെൽഫ് അഫർമേഷൻ കൊടുക്കുക. ഐ എം ഓക്കെ എന്ന ഫീലിംഗിൽ ഇയാൾ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ ഈ ബ്ലോക്കുകൾ മാറ്റിയെടുക്കാൻ പറ്റും. മെഡിറ്റേഷനാണ് ഇതിന് ചെയ്യേണ്ട ഒരു മാർഗം. ഇനി ഇപ്പം നമ്മൾ ബ്ലോക്ക് കണ്ടുപിടിച്ചു, ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ കാലം എങ്ങനെ, ഇയാൾ എപ്പോൾ രക്ഷപ്പെടും അതും കൂടി പറഞ്ഞു കൊടുക്കണമല്ലോ നമ്മൾ. അപ്പം ഈ ബ്ലോക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പരിഹാരങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇനി നമ്മൾ നോക്കേണ്ടത് ഇയാളുടെ ഇപ്പോഴത്തെ സമയം എങ്ങനെയാണ്. ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നിട്ടുണ്ട്, ഇവിടെ ശിഷ്ടദശ തന്നിട്ടുണ്ട് 2 വർഷം. ഇത് നമ്മൾ കണക്ക് കൂട്ടി കഴിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇയാൾ ഇപ്പോൾ രാഹുദശയിൽ കേതു അപഹാരത്തിലൂടെ കടന്നു പോകുന്ന സമയമാണ്. അത് 2027 ജനുവരി വരെ, ഈ സമയം ജനുവരി വരെ രാഹുദശയിൽ കേതു അപഹാരമാണ്. ഇത് നമ്മൾ ഇവിടുന്ന് നോക്കിയാൽ മനസ്സിലാവും. അത് അങ്ങനെ കണക്ക് കൂട്ടി പോവുക. കേതു ദശയിലാണ് ആള് ജനിച്ചിരിക്കുന്നത്. ചന്ദ്രൻ ഇവിടെയാണ്, ചിങ്ങത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആള് മകം നക്ഷത്രക്കാരനായിരിക്കും. ജനുവരി വരെ രാഹുദശയിൽ കേതു. ഇവിടെയാണെങ്കിലോ രാഹുദശ, ഇതൊക്കെ രോഗകാരകന്മാരാണ്. ഇയാൾക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. രാഹു എന്ന് പറഞ്ഞാൽ ഗ്രഹണമാണ്, കേതു ഗ്രഹണമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മെന്റലി വീക്കാണ് ആള്. ഈ സമയത്ത് മെന്റലി വീക്കാണ്. ഓക്കെ. പിന്നെ നമ്മൾ നോക്കാനുള്ള, മുഖ്യമായിട്ട് നോക്കാനുള്ള രാഹുവിന്റെയും ശനിയുടെയും ഗോചരസ്ഥിതി നോക്കുക. എവിടെയാണ് ചന്ദ്രൻ? ഗോചരസ്ഥിതി എപ്പോഴും രാശിയിലാണ് നോക്കുക, ചന്ദ്രന്റെ ജന്മരാശി എവിടെയാന്ന് വെച്ചിട്ട്. അപ്പം ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഗോചരസ്ഥിതി നോക്കുകയാണെങ്കിൽ, ഇന്നത്തെ ഡേറ്റിനെ നോക്കുകയാണെങ്കിൽ, ഇവിടെയാണ് രാഹു നിൽക്കുന്നത്, ഇവിടെയാണ് ശനി നിൽക്കുന്നത്, ഇവിടെയാണ് ഗുരു നിൽക്കുന്നത്. മുഖ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ എവിടേക്കാണ് നോക്കുക. ചന്ദ്രാൽ 7-ൽ രാഹു നിൽക്കുന്നു ഡിസംബർ വരെ. 2026 ഡിസംബർ വരെ രാഹു 7-ലും കേതു ജന്മത്തിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പം രാഹു കേതു ദോഷസ്ഥാനത്താണ്. ചന്ദ്രാൽ 8-ൽ ശനി നിൽക്കുന്നു, ശനി അഷ്ടമത്തിൽ, വളരെ മോശമായ കാലമാണ്. ഇദ്ദേഹത്തിന്റെ ജാതകത്തിലും ശനി വീക്കാണ്. അപ്പോൾ ഇപ്പോൾ 8-ൽ നിൽക്കുന്നു. വളരെ ദുഃഖകരമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന സമയമാണ്. വിരഹം, വൈരാഗ്യം, ദുഃഖം, ഏകാന്തത, അതൊക്കെ തോന്നുന്ന സമയം. രാഹു കേതു ആകുമ്പോൾ ഒരു നിഴലിൽ ഗ്രഹണം ബാധിച്ച പോലെ ഉണ്ടാവും. ഇവിടെ ഏകാന്തത അനുഭവപ്പെടും. പോരാത്തതിന് ഗുരു 12-ൽ വന്നു. ഗുരു 12-ൽ 6, 8, 12 പറയുമ്പോൾ ഗുരു ദോഷസ്ഥാനത്താണ്. ഗുരുവിന്റെ അനുഗ്രഹം കുറയും. ഇദ്ദേഹത്തിന് ഭൗതികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, മാനസികമായ പ്രശ്നങ്ങൾ, ഏകാന്തത, വിരഹം, ധനഹാനി എല്ലാം വരുന്ന സമയമാണ് ഗോചരം കാണിക്കുന്നത്. ജാതകം പൊതുവെ വീക്കാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയം ഇയാൾ വളരെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആള് സ്വയം എന്തെങ്കിലും ചെയ്തു എന്ന് വരും. വളരെ സൂക്ഷിക്കണം. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾക്കൊരു 4 മാസം ഇല്ലെങ്കിൽ ഈ ഡിസംബർ കഴിഞ്ഞ വരെ ഒന്ന് കരുതണം. അത് കഴിഞ്ഞാൽ പിന്നെ കാലം കുറച്ച് അനുകൂലമായിട്ട് വരും എന്നൊക്കെ നമ്മൾ ഒന്ന് പറഞ്ഞ് ആളെ മോട്ടിവേറ്റ് ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ പ്രശ്നമാണ്. എപ്പോഴും ഒരാൾക്ക് നമ്മൾ മുന്നോട്ടുള്ള പുരോഗതി അവിടെ ഒരു വെളിച്ചം തെളിയിച്ചു കൊടുക്കണം. അതാണ് നമ്മളുടെ ഉത്തരവാദിത്തം. എന്നിട്ട് പറയാം, ഇതൊക്കെ കുറച്ച് ദോഷസ്ഥാനത്താണ്. എന്നിട്ട് പറയാം, ഇത്രയും വഴിപാടുകൾ ചെയ്യാം, സ്ഥിരമായിട്ട് ധ്യാനിക്കണം. ധ്യാനിച്ച് സെൽഫ് അഫർമേഷൻ കൊടുത്ത് എനിക്ക് ഈ ഒരു പരിതസ്ഥിതിയെ ഓവർകം ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് സ്വയം ബോധ്യപ്പെടുത്തണം. ഇതാണ് ചെയ്യേണ്ടത്. അപ്പം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ ഹോംവർക്കായിട്ട് അയച്ചു തന്നിരിക്കുന്ന ജാതകത്തിൽ ജാതകം വളരെ വീക്കാണ്, ബലമില്ലാത്ത ജാതകമാണ്. പോരാത്തതിന് ഇയാളുടെ ദശ അപഹാരകാലവും മോശമാണ്, ഗോചരകാലവും മോശമാണ്. ഇയാൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഇങ്ങനെയാണ് നമ്മളൊരു ജാതകത്തിന്റെ പൊതുവായിട്ട് നോക്കുക. ഇനി ഓരോ ഭാവമായിട്ടുള്ളത് ഞാൻ പിന്നെ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം.